തന്നിരിക്കുന്ന കുറച്ച് സമയം നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുക, ബാക്കി സമയം നമ്മുടെ നാട്ടുകാർക്കും ആളുകൾക്കും ഉപകാരം ചെയ്ത് ജീവിക്കുക. അപ്പോൾ ക്ഷമിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കൃപകൾ എന്താണ്? ഹല്ലേലൂയ. ഒന്ന്, നമ്മൾ ആത്മീയ മനുഷ്യനാകും. മനസ്സിലായോ? ക്ഷമിക്കുന്ന വ്യക്തിക്ക് ആത്മീയ മനുഷ്യനാവുള്ളൂ. ഇതുവരെ ഉണ്ടായ എന്ത് സങ്കടങ്ങൾ, ആര് വഴി എന്തെല്ലാം മുറിവേറ്റ വർത്താനം ഉണ്ടായോ, അതെല്ലാം നമ്മൾ ക്ഷമിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം സ്പിരിച്വൽ. ഒരാത്മീയ മനുഷ്യനായി ആ വ്യക്തിക്ക്, അങ്ങനെ ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ആത്മീയ മനുഷ്യൻ അതിന് ഇങ്ങനെ കുറെ ബഹളം വെച്ചുകൊണ്ട് നടക്കും, അവിടെ കുറച്ച് പരിപാടിക്ക് നടക്കും, അങ്ങനെ കാര്യമില്ല. ആരിതിനൊക്കെ മൈൻഡ് ചെയ്യുന്നത്? ഇത് വേറെ കാര്യം നമ്മൾ പറയാം പ്രിയപ്പെട്ടവരെ, ഒരു ഗ്രൂപ്പിൽ ഈ തെറിയും ബഹളം ഉണ്ടാക്കുന്നതൊന്നും ആരും മൈൻഡ് ചെയ്യാതിരിക്കുക. അവൻ്റെയൊക്കെ സ്ഥാനം ആയിട്ട് തെറി പറയും. ആർക്കും അവർ തെറി പറയുമ്പോൾ തിരിച്ചായിട്ട് തെറി പറയാൻ വേണ്ടാത്തത്? ആർക്കും പറ്റും. അത് സ്കൂളിൽ പോകാൻ തന്നെ പറ്റുന്ന കാര്യം. തിരിച്ചു വന്നപ്പോൾ ആ അപ്പൻ എപ്രകാരമാണോ ആ മകനെ സ്വീകരിച്ചത്, അതുപോലെ ഈശോ നമ്മളെ സ്വീകരിക്കും. ദൈവം നമുക്ക് തന്ന കൃപകൾ ഓർക്കാതെ നമ്മൾ ജീവിച്ചതും നമ്മൾ അവിടുത്തെ മറന്നുപോയതൊക്കെ ഈശോ നമ്മുടെ ഒരു കണ്ണീരിന് രക്ഷപ്പെടാനാണ്. ഈശോയെയും ഞങ്ങളോട് കരുണയായിരിക്കണേ. പ്രിയപ്പെട്ടവരെ, രണ്ട്, ആർക്കും തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ക്ഷമിക്കുന്ന വ്യക്തിയെ ആർക്കും തോൽപ്പിക്കാനാവില്ല. അതാണ് പൂർവ്വ ജോസഫിന്റെ കാര്യം പറയുന്നതാണ്. ആരാധ്യമായ നാമം, എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാലും ലോകത്തെയും അതിലുള്ള സകലത്തെയും കരുവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ യഹോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,